ഭാഗവതം അതൊരു മാർഗദർശിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യക്തമായ ഒരു വഴി, ഒരു ദിശ, ഒരു ഡയറക്ഷൻ ഭാഗവതം കാണിച്ചു തരും. അപ്പോൾ ഈ ഭാഗവതം നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ കേൾക്കേണ്ടത് നമുക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി വ്യക്തമായി മനസ്സിലാക്കാനായിരിക്കണം. അപ്പോൾ ഈ വഴി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ വഴി എന്നൊക്കെ പറഞ്ഞാൽ റോഡാകുന്ന വഴി, അല്ലെങ്കിൽ ഇടവഴി, അല്ലെങ്കിൽ വല്ലവരും പാടത്തിലൂടെ അല്ലെങ്കിൽ വല്ല പറമ്പിലൂടെയൊക്കെ നടന്നിട്ടുള്ള ഒരു വഴിയുണ്ടല്ലോ. ഇതൊക്കെയാണ് സ്ഥൂലതലത്തിൽ നമ്മൾ വഴി എന്ന് പറയുക. പക്ഷേ ജീവിതത്തിൻ്റെ വഴി എന്ന് പറയുന്നത് അത് വളരെ വളരെ പ്രയാസമാണ് കണ്ടുപിടിക്കാൻ. കാര്യം ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും എങ്ങനെ ജീവിക്കുന്നു അതവരെ സ്വാധീനം. ഇപ്പോൾ ഫാഷൻ നോക്കൂ നിങ്ങൾ, എല്ലാവരും മുടി നീട്ടാൻ തുടങ്ങിയാൽ കുറേ എണ്ണം അങ്ങോട്ട് മുടി നീട്ടാൻ തുടങ്ങും. എല്ലാവരും കീറിയ പാൻറ് കൊടുക്കാൻ തുടങ്ങിയാൽ കീറിയ പാൻറ് കൊടുക്കാൻ തുടങ്ങും. ഇല്ലേ, പിച്ചക്കാരെ പോലെ കണ്ടില്ലേ നിങ്ങൾ? അത് ഫാഷനായി. ഇപ്പം ഇങ്ങനെ സിനിമക്കാരെ അനുകരിക്കുക, അല്ലെങ്കിൽ ഫാഷൻ അനുകരിക്കുക, പലതും അനുകരിക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അവനവൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന വ്യക്തമായൊരു വഴിയില്ല. ആരുടെയൊക്കെയോ വഴികളെ, ആരൊക്കെയോ ചെയ്യുന്നതിനെ ഇവർ അന്ധമായി അനുകരിക്കുകയാണ്. ആണോ അല്ലയോ? ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാന കാരണം അച്ഛനമ്മമാരാണ്. കാരണം രക്ഷിതാക്കൾക്ക് പോലും അറിയില്ല ജീവിതത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത്. ഇപ്പം നമ്മളൊക്കെ ജീവിതം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞു 2 കുട്ടികളായി അവരുടെ ക്ഷേമം നോക്കി, അവരെ വളർത്തി, അവരെ സൗകര്യങ്ങൾ നോക്കി, അത് കഴിഞ്ഞ് ആർക്കും വേണ്ടാതാകുമ്പോൾ നാരായണീയം പഠിക്കാൻ പോവും, അല്ലെങ്കിൽ ജീവിതത്തിൽ കുറേ ദുരിതങ്ങളും ദുഃഖങ്ങളും വരുമ്പം കുറേ നാരായണീയവും ഭാഗവതവും ഒക്കെ കൊണ്ട് നടക്കും. അപ്പം അതാണ് ഇപ്പം നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നൊരു ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ അതല്ല ജീവിതം. നമുക്ക് ജീവിതത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകണം. ഇതാണ് നമ്മൾ രാവിലെ പറഞ്ഞ ഭൗതികതയും ആത്മീയതയും. എന്താണ് ഭൗതികതയും ആത്മീയതയും? ഈ ആത്മീയം എന്നൊരു വാക്ക് നമ്മൾ ഹിന്ദുക്കൾ അധികം പഠിച്ചിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. ആത്മീയം എന്ന് പറയുന്നത് മനസ്സിനെ സംബന്ധിച്ചെന്നാണ്. ഇതിനെയാണ് മനസ്സാണ് വിഷയം. ഈ വിഷയത്തെ പഠിക്കൽ എളുപ്പമല്ല. കാരണം മനസ്സ് സൂക്ഷ്മമാണ്, മനസ്സ് പുറത്തല്ല. അപ്പോൾ എങ്ങോട്ട് നോക്കണം? അന്തർമുഖമാവണം, തന്നിലേക്ക് നോക്കണം, മനസ്സിനെ മനസ്സിലാക്കണം, വേണ്ടേ? അപ്പം ഇവിടെ വാസ്തവത്തിൽ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക, മനസ്സിനെ മനസ്സിലാക്കി പരിശീലിപ്പിച്ചെടുക്കുക. എന്താ പരിശീലിപ്പിക്കേണ്ടത്? ചില അനുഷ്ഠാനങ്ങൾ നമ്മളതിനെ പരിശീലിപ്പിക്കുമ്പോൾ ആ അനുഷ്ഠാനത്തിലൂടെ മനസ്സ് കടന്നു പോകുന്ന സമയത്ത്, അതിൽ കൂടുതൽ മുഴുകുന്ന സമയത്ത്, അതിൽ കൂടുതൽ ഒരു ലയം കണ്ടെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ. അപ്പം നമുക്ക് മനസ്സിലാവും, ശരിയാണ്, ചില അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ മനസ്സിൻ്റെ ശക്തി, ഒരു കൃത്യതയോടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ മനസ്സിൻ്റെ ശക്തി കൂടുന്നുണ്ട്, ദുഃഖത്തിൻ്റെ തീവ്രത കുറയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ അസ്വസ്ഥതകളൊന്നും നമ്മളെ അധികം ബാധിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ നിരീക്ഷിച്ചും പരീക്ഷിച്ചും അറിഞ്ഞും അനുഭവിച്ചും അപ്പം നമുക്ക് വഴി വ്യക്തമായി. ഏത് വഴിയിലൂടെ പോയാലാണ് സ്വസ്ഥതയും ശാന്തിയും സമാധാനവും മനോബലവും നിറഞ്ഞൊരു ജീവിതം നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ വെറുതെ അനുഷ്ഠിച്ചത് കൊണ്ട് കാര്യമില്ല. അതാണ് പലരും ക്ഷേത്രങ്ങളിൽ പോവും, പലരും വഴിപാടുകൾ നടത്തും, പലരും നാമമൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലും ആ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ അവരവരിൽ അവർ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് അവരന്ധമായി പലതും ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, മനസ്സിനെക്കുറിച്ചുള്ള പഠനമാണ് ഭാരതീയ ഋഷിവര്യന്മാർ ആത്മീയത എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്.
സ്പിരിച്വൽ ആവുക, ആത്മീയമാവുക എന്ന് പറഞ്ഞാൽ മനസ്സിനെക്കുറിച്ചുള്ളൊരു പഠനമാണ്, മനസ്സിനെ അറിയലാണ്. ഇത് ലോകത്തിൽ വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. മനസ്സിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു മതം ലോകത്തിലുണ്ടെങ്കിൽ അത് ഹിന്ദുമതം മാത്രമാണ്. ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികൾക്കറിയില്ലേ എന്താ ഹിന്ദുമതം എന്ന്. ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ഹിന്ദു, എന്താ അതിൻ്റെ അർത്ഥം? ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളിപ്പോൾ കുട്ടികളോടൊക്കെ നിങ്ങളൊരു ഹിന്ദുവാണ്, അപ്പം അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് റിലീജിയൻ എഴുതുന്നിടത്ത് എന്തെഴുതും? ഹിന്ദു എന്ന് എഴുതും. ആരാണ് ഹിന്ദു? ഈ ഹിന്ദു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം ഹിന്ദു എന്നുള്ള വാക്ക് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, മനസ്സിനെ അറിയുന്നവനാണ്, മനസ്സിനെ പരിവർത്തനം വരുത്തുന്നവനാണ്, മനസ്സിനെ ഉയർത്തുന്നവനാണ്, മനസ്സിനെ ഒരു അനുഷ്ഠാനത്തിൻ്റെ വഴിയിലൂടെ നയിക്കുന്നവനാണ് ആര്? ഹിന്ദു. അപ്പം ആ മനസ്സ് എന്ന ആ ഒരു വിഷയമാണ് ഹിന്ദുവിൻ്റെ വിഷയം. അതാണ് ഞാൻ ഗീതയിൽ നിങ്ങളോട് പറഞ്ഞത്, ഇതൊക്കെ എടുത്ത് പഠിക്കണം. ഗീതയിൽ 8-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ ഏത് അധ്യായ പറഞ്ഞത്? 8-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകത്തിൽ അവിടെ പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്, അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോ അധ്യാത്മമുച്യതേ. സ്വഭാവത്തെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച് അറിയലാണ് അധ്യാത്മം. അപ്പം ആത്മവിദ്യ എന്നൊക്കെ പറയുന്നത് മനസ്സിനെക്കുറിച്ച് വേണ്ട രീതിയിൽ നമ്മൾ അവർക്ക് പറയൂ അറിയലാണ്. കാരണം മനസ്സാണ് ജീവിതം എന്നത് നമ്മളാരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ നമ്മൾ രാവിലെ പറഞ്ഞില്ലേ, മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ഭാഗവതം ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് എടുത്തു നോക്കുക ഞാൻ ഈ പറയുന്നത് എത്രമാത്രം സത്യമാണെന്ന്. നിങ്ങൾ ഭാഗവതത്തിൽ 3യ സ്കന്ധം, ഇപ്പം കാപിലയോപാഖ്യാനാണ് വായിക്കുന്നത്, ഇപ്പം കപിലാവതാരം വായിച്ചു. 25-ാം അധ്യായം എടുക്കുക. 3യ സ്കന്ധത്തിൽ 25, അടുത്ത അധ്യായം വായിച്ചിട്ടില്ല, അടുത്ത അധ്യായത്തിൽ 25-ാം അധ്യായത്തിൽ അവിടെ 16 17 8 ശ്ലോകങ്ങളൊക്കെ ആയിരിക്കും. അവിടെ പറയും, ചേതക്കലസ്യബന്ധായ മുക്തയേച്ച ആത്മനോ മതം എന്നൊരു ശ്ലോകം കാണാം. അത് അടിവരയിട്ടേക്ക്. ചേതക്കലസ്യബന്ധായ, എത്രാമത്തെ ശ്ലോകമാണത്? 16 15? 15-ാമത്തെ ശ്ലോകം. ചേതക്കലസ്യബന്ധായ എന്ന് ചൊല്ലു എല്ലാവരും. ചേതഖലു അസ്യ ബന്ധായ മുക്തയെ ച ആത്മനോ മതം. കപിലൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ചേതസ് എന്ന് പറഞ്ഞാൽ ചേതസ്, ചേതോ വികാരം എന്നൊക്കെ പറയുന്നത് ഏതിനെയാണ്? ചേതസ്, ചിത്തം എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? മുഖത്തെയാണോ, ശരീരത്തെയാണോ, മനസ്സിനെയാണോ? ഏതിനെയാണ്? മനസ്സിനെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചേത ഖലു. ഖലു പറഞ്ഞാൽ തീർച്ചയായും മനസ്സ് തന്നെയാണ് ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബന്ധനം എന്നുള്ള വാക്കുകൊണ്ട് എന്താ അർത്ഥം എടുക്കേണ്ടത്? മനസ്സിൻ്റെ എല്ലാ പിരിമുറുക്കങ്ങൾക്കും, അസ്വസ്ഥതകൾക്കും, ദുഃഖങ്ങൾക്കും, വിഷമങ്ങൾക്കും, വേദനകൾക്കും, വിഷാദത്തിനും കാരണം മനസ്സ് തന്നെയാണ് കാരണം. അപ്പോൾ നോക്കൂ, പൊതുവേ നമ്മൾ സാധാരണ ആളുകൾ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ നമ്മൾ ആരെങ്കിലും നമുക്ക് വിഷമം തരുന്നുവെങ്കിൽ അവരെ കുറ്റപ്പെടുത്തും. അപ്പം ആരോഗ്യം ശരിയല്ല എങ്കിൽ നമ്മൾ ആരോഗ്യത്തെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നത്. ഇപ്പോൾ ജോലി കിട്ടാത്തത് കൊണ്ട് ദുഃഖിക്കുന്നു, വിവാഹം നടക്കാത്തതുകൊണ്ട് ദുഃഖിക്കുന്നു, കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളാവാത്തവരും ദുഃഖിക്കുന്നു, കുഞ്ഞുങ്ങളായവരും ദുഃഖിക്കുന്നു. പല രീതിയിലുള്ള ദുഃഖങ്ങളാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത്. ആണോ? ഇതൊന്നും മിണ്ടാത്തത്. പ്രായമാകും തോറും മുട്ട് നിങ്ങൾക്ക് പ്രശ്നമാണ് അല്ലേ? പ്രായമായാൽ ആരോഗ്യം പല വിധത്തിലുള്ള പ്രശ്നമാണ്. കാരണം
നിങ്ങളൊന്ന് ആശുപത്രിയിൽ പോയാൽ മതി, പിന്നെ ഡോക്ടർ ഉറപ്പിച്ചു നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, BP ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇതില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർക്കൊരു സമാധാനമായി, നിങ്ങൾക്കൊരു സമാധാനമായി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ വളർന്നു വരും തോറും ഓരോരോ വിഷമങ്ങളെ നമ്മൾ കാണുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖത്തിന് കാരണം. ഇപ്പം പല അമ്മമാരും ഉണ്ടാവും, മക്കളുടെ കല്യാണം നടക്കാത്തതിൽ ദുഃഖിക്കുന്നവരുണ്ടാവും. ഉണ്ടോ? നടന്ന കല്യാണം ശരിയല്ലാത്തതിൽ ദുഃഖിക്കുന്നവരുണ്ടാവും. ആണോ അല്ലയോ? പല രീതിയിൽ, പല പ്രശ്നങ്ങളിൽ, പല വിഷമങ്ങളിൽ, പല വിഷാദങ്ങളിൽ ദുഃഖിക്കുന്നവരുണ്ടാവും. ഉണ്ടാവും ഇല്ലയോ? അപ്പം ഇങ്ങനെ നമ്മൾ ദുഃഖിക്കാൻ കാരണം കണ്ടെത്തുന്നു. ഭാഗവതം പറയുന്നത് യഥാർത്ഥ ദുഃഖത്തിന് കാരണം പുറമേയുള്ളവരോ പുറമേയുള്ളതോ അല്ല. മറ്റുള്ളതിനെയല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. നമ്മൾ ശരിക്കും അതിന് കാരണം കാണേണ്ടത് മനസ്സിനെയാണ്. കാരണം മനസ്സിൽ ഇതെല്ലാം തട്ടുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അല്ലേ? ആണോ? മനസ്സിൽ ഇതൊന്നും തട്ടുന്നില്ലെങ്കിലോ? മനസ്സിൽ ഒന്നും തട്ടുന്നില്ലെങ്കിലോ ഒരു ദുഃഖങ്ങളുമില്ല. അപ്പം ഈ മനസ്സിനെ അറിയണം, മനസ്സിനെ മനസ്സിലാക്കണം. ഇത് അടിവരയിട്ട് ഓർക്കണം. മനസ്സാണ് ദുഃഖങ്ങൾക്ക് കാരണം. മനയേവ കാരണം ദുഃഖം. ദുഃഖങ്ങൾക്ക് കാരണം ഒന്ന് പറയൂ എല്ലാവരും. ദുഃഖങ്ങൾക്കെല്ലാം കാരണം മനസ്സാണ്. ഇതാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. അപ്പം എൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം മനസ്സാണ്. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ. ഇനി എന്ത് വേണം? ആ മനസ്സിനെ നമ്മൾ നിരന്തരം പരിശീലിപ്പിച്ചെടുത്താൽ. നിങ്ങൾ നോക്കൂ, പക്ഷികളൊക്കെ മഴ പെയ്താൽ നനയും. അതിൻ്റെ ചിറകിലൊക്കെ വെള്ളം വരും. ആ വെള്ളം കൊണ്ടത് നനയും. പക്ഷെ ആ നനഞ്ഞ പക്ഷി മഴയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ചിറകൊന്ന് കുടയുമ്പോൾ ആ വെള്ളം മുഴുവൻ അതിൻ്റെ ചിറകിൽ നിന്നും പോയി അതൊട്ടും നനയാത്ത ഒരു പക്ഷിയായിട്ട് മാറി. ആണോ? ആണോ അല്ലയോ? അപ്പം അതിൻ്റെ ശരീരത്തിന്, അതിൻ്റെ തൂവലിനൊരു പ്രത്യേകത ഉണ്ട്. ആ വെള്ളം മുഴുവൻ ഒന്നും അതിനെ പറ്റാത്ത വിധത്തിൽ അതിനെ, ആ വെള്ളത്തെ മുഴുവൻ കളയാനുള്ള, കുടഞ്ഞു കളയാനുള്ളൊരു കഴിവ് ഏതിനുണ്ട്? ഏതിനുണ്ട്? പക്ഷികൾക്ക്. ഇതുപോലെ മനുഷ്യ മനസ്സിന് എന്തൊക്കെ കഴിവുണ്ട് നമ്മളാരും പഠിക്കുന്നില്ല. സർവ്വ ദുഃഖങ്ങളെയും കുടഞ്ഞു കളയാനുള്ള കഴിവ് ഏതിനുണ്ട്? മനസ്സിനുണ്ട്. ഏതുപോലെ? പക്ഷിയെപ്പോലെ. അപ്പം സർവ്വ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും ഒന്ന് കുടഞ്ഞു കളയാൻ ആ കഴിവ് നമ്മൾ നേടിയാൽ എങ്ങനെ ഇരിക്കും? ആ കരുത്ത് നമ്മൾ നേടിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കൊന്നും നമ്മളെ ഒരിക്കലും അവശമാക്കാൻ, തളർത്താൻ ഒരിക്കലും സാധ്യമല്ല. കാരണം നമ്മൾ ആ ടെക്നിക്ക് പഠിച്ചു, ആ കഴിവ് നേടി, ആ ശക്തി നേടി. ഏത് ശക്തി? ഈ ദുഃഖങ്ങളെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് മാറ്റാൻ സാധിക്കുന്ന ഒരു കഴിവ്. ഇത് വേണോ? ഇത് വേണോ? ഇതാണ് ഭാഗവതമൊക്കെ നേടിത്തരുന്നത്. പക്ഷെ ആളുകൾ അത്ര ഒരു ഉൾക്കൊണ്ടുകൊണ്ടല്ല ഭാഗവതത്തെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും 2-3 പോയിൻ്റുകൾ നമ്മൾ അടിസ്ഥാനം പഠിക്കണം. ഒന്നാമത്തെ പോയിൻ്റാണ് മനസ്സാണ് ജീവിതം. ഇത് മറക്കരുത് നിങ്ങൾ. എന്താണ് ജീവിതം? മനസ്സാണ്. അത് നിങ്ങൾ നോക്കൂ, ഞാൻ പറയണ്ട, നിങ്ങൾ സ്വയം നോക്കിയാൽ മതി. രാവിലെ മനസ്സ് ഉണർന്നില്ലെങ്കിൽ എന്ത് ജീവിതമുണ്ട്? അല്ലേ? വീട്ടിൽ സമ്പത്തുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ധാരാളം സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. 100 150 പവൻ സ്വർണം വീട്ടിലോ അല്ലെങ്കിൽ ഇന്നിപ്പം ലോക്കറിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇഷ്ടംമാതിരി വില പിടിച്ച വസ്ത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിലും മനസ്സുണർന്നില്ലെങ്കിൽ ആ സ്വർണത്തിനെന്ത് വിലയുണ്ട്? മനസ്സുണർന്നില്ലെങ്കിൽ ആ വീടിനെന്ത് വിലയുണ്ട്? അപ്പോൾ എല്ലാം വിലയുള്ളതായി തീരുന്നത് എപ്പോഴാണ്? അപ്പം എല്ലാറ്റിനും മൂല്യമുണ്ടാകുന്നത് എപ്പോഴാണ്? എല്ലാറ്റിനും വില കൽപ്പിക്കുന്നത് ആരാണ്? ജീവിതമുള്ളിടത്തോളം കാലം ഇതിനൊക്കെ വിലയുള്ളൂ. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ ഒരു എക്സാമ്പിള്
ഈ ഭൂമിയിലുള്ള മനുഷ്യരൊക്കെ കടന്നുറങ്ങിയെന്ന് വിചാരിക്കുക. രാത്രിയിൽ കടന്നുറങ്ങി, ആരും രാവിലെ ഉണരുന്നില്ല. സ്വർണത്തിന് എന്ത് വിലയുണ്ട്? ആരും രാവിലെ ഉണരുന്നില്ല എന്ന് വിചാരിക്കുക. സ്വർണത്തിന് എന്ത് വിലയുണ്ട്? എന്തോ ഒന്നും മിണ്ടാത്തത്. സ്വർണത്തിന് വല്ല വിലയുണ്ടോ? വിലയുണ്ടോ? ഉണ്ടോ? മനസ്സ് ഉണർന്നിട്ടില്ല എങ്കിൽ സ്വർണത്തിന് വിലയുണ്ടോ? ഒരു വിലയില്ല. അപ്പം ഇതൊക്കെ വിലയുള്ളതായി തീരുന്ന എപ്പോഴാ? അപ്പം ജീവിതം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ജീവിതം എവിടെയാണ് ഇരിക്കുന്നത്? മനസ്സിലല്ലേ? ആ മനസ്സ് ഉണരുന്നതോടു കൂടിയിട്ടല്ലേ ജീവിതമുള്ളത്? ആണോ? ആണോ അല്ലയോ? ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ മനസ്സ് രാവിലെ ഉണർന്നെങ്കിലും അതിന് തിരിച്ചറിയാനുള്ള കഴിവില്ല. ഭർത്താവ് ഏതാണ്, ഭാര്യ ഏതാണ്, മക്കളേതാണ്, ഒരു തിരിച്ചറിവില്ല. അപ്പോഴും ജീവിതം ശരിക്കും കൊണ്ടു നടക്കാൻ പറ്റുമോ? പറയൂ. അപ്പം ഇതൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത് ആരോഗ്യമുള്ളൊരു മനസ്സ് നമുക്കുള്ളത് കൊണ്ടാണ്. മനസ്സിൻ്റെ ആരോഗ്യം, അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഒരു സമചിത്തത, സ്റ്റഡി മൈൻഡ്, അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ വട്ടായി എന്ന് പറയില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് തന്നെ ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നല്ല ഒരു ആരോഗ്യമുള്ള മനസ്സിനെ ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാനും കൊണ്ടു നടക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ആരോഗ്യമുള്ള മനസ്സിനെ വാർത്തെടുക്കാൻ ഇന്ന് നമ്മുടെ സിസ്റ്റത്തിൽ വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ? ഉറക്കെ പറയൂ. നിങ്ങൾ ഉണ്ടോ? ഇല്ല, ഒന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു, അവർ എൻജിനീയറിങ് കഴിയുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ അവരെടുക്കുന്നു. അത് കഴിഞ്ഞ് ജോലി കിട്ടാൻ നല്ല വിഷമം. ഒന്നുകിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വല്ല സിറ്റീസ്, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും അബ്രോഡ് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു പ്രൊഫഷൻ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം കഴിക്കുന്നു. പിന്നെ ജീവിതത്തിൻ്റെ പ്രാരബ്ധത്തിൽ അങ്ങനെ ജീവിച്ച്, പണ്ടൊക്കെ ഒരു കുഞ്ഞാവുക എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമായിരുന്നു. ഇന്നിപ്പോൾ ആ ആയിക്കഴിഞ്ഞാൽ തന്നെ തലവേദനയാണ്. കാരണം ലീവ് കിട്ടുന്നില്ല, കുട്ടിയെ വളർത്താൻ പറ്റുന്നില്ല, നോക്കാൻ പറ്റുന്നില്ല. അതിനാണെങ്കിൽ എന്നും അലർജി, അതിനെന്നും അസുഖം, എല്ലാം കൂടി കുറേ കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, സന്തോഷമുള്ള ജീവിതമല്ല, ഇതെല്ലാം കൂടി ഒരു പ്രാരബ്ധമായി, ഭാരമായി. ഒരു ദിവസം നമ്മൾ കേൾക്കുന്നത് എല്ലാം കൂടി അസ്വസ്ഥമായി ഡിപ്രഷനിലേക്ക് പോയി എന്നൊക്കെയാണ്. ഇന്ന് നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഡിപ്രഷനിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം, ഉറക്കെ പറയൂ. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞാൽ സന്തോഷമാണ് ആവേണ്ടത്. നിങ്ങൾ നോക്കുമ്പോൾ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ അതും തന്നെ മനസ്സിലാക്കാലോ, കല്യാണം കഴിഞ്ഞിട്ടുള്ള സന്തോഷ ജീവിതത്തിലേക്കല്ല പോയത്. ഒരുപാട് മനസ്സിൽ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളും വേദനകളും ആണോ? അപ്പോൾ ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുടഞ്ഞു കളയാൻ, നേരത്തെ പറഞ്ഞതുപോലെ പക്ഷിയെപ്പോലെ കുടഞ്ഞു കളയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പം നോക്കൂ, പക്ഷിയുടെ മേൽ വീഴുന്ന വെള്ളം മുഴുവൻ അതിൻ്റെ ശരീരത്തിൽ അബ്സോർബ് ചെയ്താൽ, അതിലേക്ക് ആ ശരീരത്തിൽ ഇറങ്ങിപ്പോയാൽ അതിന് രോഗം പിടിക്കും. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെ സംഭവിക്കുകയോ ഇല്ലയോ? അതിനെ വെള്ളം മുഴുവൻ തെറിപ്പിച്ച് കളയാൻ സാധിക്കുന്നതുകൊണ്ടാണ്, അതിന് കുടഞ്ഞു കളയാൻ സാധിക്കുന്നതുകൊണ്ടാണ് അതിന് ഒരു അസുഖവും വരാത്തത്. ഇതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും അസ്വസ്ഥതകളും മനസ്സിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെന്നാൽ ആരോഗ്യമുള്ള മനസ്സായിരിക്കുമോ, ദുരിതം നിറഞ്ഞ മനസ്സായിരിക്കുമോ? ഉറക്കെ പറയൂ. ദുരിതം നിറഞ്ഞ മനസ്സാണ്. അപ്പോൾ ഇതിനൊരു പരിശീലനം വേണ്ടേ? ഈ ദുരിതങ്ങളെ, ഈ ദുഃഖങ്ങളെ, വിഷമങ്ങളെല്ലാം മനസ്സിൽ നിന്നും എങ്ങനെ എനിക്ക് തട്ടി മാറ്റാൻ സാധിക്കും, കുടഞ്ഞു മാറ്റാൻ സാധിക്കും? അതിന് വല്ല ടെക്നിക്കും ഉണ്ടെങ്കിൽ അത് പരിശീലിക്കേണ്ടതുണ്ടോ? അത് മനസ്സിലാക്കേണ്ടതുണ്ടോ? അത് ഉൾക്കൊള്ളേണ്ടതുണ്ടോ? പറയൂ. ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. അതാണ് ഭാഗവതത്തിന് ഈ കാലഘട്ടത്തിൽ പ്രസക്തി ഉള്ളത്. മനസ്സിലായില്ല? ഇത് വെറുതെ വായിക്കാനുള്ളതല്ല, ഇത് ജീവിക്കാനുള്ളതാണ്. അപ്പോൾ മനസ്സാണ് മനുഷ്യൻ. ആരാ മനുഷ്യൻ? മനസ്സാണ് മനുഷ്യൻ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഭാരതീയരാണ്. മനുഷ്യൻ ആരാണ്? മനുഷ്യൻ എന്നുള്ള വാക്ക് തന്നെ നോക്കൂ, സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്.
മനീഷ എന്ന വാക്കിൽ നിന്നാണ് മനുഷ്യൻ വന്നത്. ഈ മനുഷ്യൻ എന്നുള്ള വാക്ക് സംസ്കൃതമാണ്. അതറിയോ നിങ്ങൾക്ക്? മനുഷ്യൻ നീ ഒരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ ഈ മനുഷ്യൻ എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്. ഏത് ശബ്ദത്തിൽ നിന്ന്? മനീഷയിൽ നിന്നാണ് ആര് വന്നത്? മനുഷ്യൻ വന്നത്. അപ്പോൾ എന്താ മനീഷ എന്ന് വിളിക്കാൻ, മനുഷ്യൻ എന്ന് വിളിക്കാൻ കാരണം മനസ്സ് ആണ് മനുഷ്യൻ. ആരാ മനുഷ്യൻ? ശരീരമല്ല മനുഷ്യൻ. ശരീരമാണ് എന്ന് തോന്നിച്ചതൊക്കെ ഭൗതിക എന്താണ് നമ്മുടെ സയൻസ്, ഭൗതിക ശാസ്ത്രങ്ങളാണ്. മനസ്സിലായില്ലേ? മനുഷ്യൻ മനസ്സാണെന്ന് പഠിപ്പിക്കുന്ന സംസ്കൃതിയാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. നിങ്ങൾ നോക്കൂ, ഏത് ഗ്രന്ഥമെടുത്താലും മനസ്സിനെക്കുറിച്ചാണ് അവിടെയൊക്കെ പരാമർശമുള്ളത്. അർജുനൻ യുദ്ധക്കളത്തിൽ തളരുമ്പോൾ അർജുനനെ നോക്കിക്കൊണ്ട് കൃഷ്ണൻ പറയുന്നത്, അർജുന നീ തളർന്നതിൻ്റെ കാരണം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്നാണ്. തെക്ത ഉത്തിഷ്ഠ പരന്തപ, നീ തളർന്നതിന് കാരണം നിൻ്റെ മനസ്സിൻ്റെ ദുർബലതയാണ്. അപ്പം കൃഷ്ണൻ ഏത് സബ്ജക്റ്റാണ് തൊട്ടത്? നിൻ്റെ ശരീരത്തിൻ്റെ ദുർബലത അല്ല പറഞ്ഞത്. എന്തിൻ്റെ ദുർബലത? മനസ്സിൻ്റെ ദുർബലത ആണ്. ഇനി പതഞ്ജലി മഹർഷി അദ്ദേഹത്തിൻ്റെ യോഗസൂത്രം തുടങ്ങുന്നതിനെ യോഗ ചിത്തവൃത്തി നിരോധാണ്. എന്താണ് ശബ്ദം? എന്താണ് മന്ത്രം? ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗ. അപ്പം ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെയാണ് ചിത്തം എന്ന് വിളിക്കുന്നത്? മനസ്സിനെ. അപ്പം ഇവരൊക്കെ ശ്രദ്ധ വെച്ചത്, ഇവരുടെയൊക്കെ കോൺസെൻട്രേഷൻ പോയത്, ഇവരുടെയൊക്കെ ഫോക്കസ് ഉണ്ടായത് ഏതിലാണ്? മനസ്സിലാണ്. മനുഷ്യൻ മനസ്സാണ്. മനുഷ്യൻ്റെ മനസ്സ്, അതിൻ്റെ ഒരു പ്രത്യേകത, അതിന് ആകർഷിക്കാനുള്ള കഴിവുണ്ട്, ഓർത്തു വയ്ക്കാനുള്ള കഴിവുണ്ട്, ഓർമ്മിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്തൊക്കെ കഴിവുണ്ട്? പലതും അത് ആകർഷിക്കുന്നു. നമ്മൾ പഠിക്കാതെ പോയ വിഷയങ്ങളാണ്. ഭൂമിയുടെ ഭൂഗുരുത്വ ആകർഷണത്തെക്കുറിച്ച് സ്കൂളിൽ പഠിപ്പിക്കും. എന്നാൽ മനസ്സിനുമൊരു ആകർഷണമുണ്ട്. ഭൂഗുരുത്വ ആകർഷണം ഭൂമിയിലേക്ക് എല്ലാ വസ്തുക്കളെയും ആ ആകർഷണ ശക്തി ആകർഷിച്ച് താഴോട്ട് കൊണ്ടുവരുന്നു. ഇതുപോലെ മനസ്സിനും എന്തുണ്ട്? ആകർഷണമുണ്ട്. മനസ്സിന് ആകർഷണം മാത്രമല്ല, മനസ്സ് ആകർഷിച്ചതെല്ലാം ഓർത്തു വയ്ക്കാനുള്ള കഴിവുണ്ട്. ഇതിനും നല്ലൊരു ക്യാമറ ലോകത്തിലുണ്ടായിട്ടില്ല. ഏത് ചിത്രവും പറയാതെ തന്നെ ആരെടുത്തോളും? മനസ്സെടുത്തോളും. ഇനി വേറൊരു പ്രത്യേകത, ഈ എടുത്ത ചിത്രങ്ങളൊക്കെ വേണ്ടാത്ത സമയത്തും വേണ്ട സമയത്തും മനസ്സ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്ന് ജപിക്കാൻ തുടങ്ങും, വേണ്ടാത്തതൊക്കെ ഓർമ്മ വരും ആ സമയത്ത്. അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്, ഓർത്തു വയ്ക്കാനുള്ള കഴിവുണ്ട്, ഓർമ്മിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പം മനസ്സ് ഇങ്ങനെയുള്ളൊരു പ്രക്രിയ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും പണ്ട് ഓർത്തു വെച്ചതെല്ലാം, റെക്കോർഡ് ചെയ്തതെല്ലാം ക്രമേണ അത് നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങുമ്പോൾ പിന്നീട് പലതിലും ഏകാഗ്രമാവാനുള്ളൊരു കഴിവ് നമുക്ക് പ്രായമാകും തോറും മനസ്സിനെ പലതിലും ശ്രദ്ധിപ്പിക്കാനുള്ള, ഏകാഗ്രമാക്കാനുള്ളൊരു കഴിവ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ഇപ്പോൾ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് എന്തും ഏകാഗ്രമാവാനുള്ള കഴിവുണ്ട്. പ്രായമായാൽ ആ കഴിവ് കുറയുന്നതിന് കാരണം എന്താണ്? എന്താ കാരണം? മനസ്സിൽ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ കണ്ടതും കേട്ടതും ഒക്കെ കുമിഞ്ഞുകൂടിയതുകൊണ്ട് പിന്നീട് അതിനെ പലതിലും ഏകാഗ്രമാവാനുള്ളൊരു, ഉറക്കെ പറയൂ, കഴിവുണ്ടാവുന്നില്ല. അപ്പോൾ നോക്കൂ, ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകും തോറും ഏകാഗ്രത ഇല്ലെങ്കിൽ, ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മനസ്സ് അസ്വസ്ഥമായാൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വേണ്ട പോലെ ആവില്ല. ഉണ്ടാവുമോ? അപ്പം ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. പറഞ്ഞ സമയത്തിനൊരു ജോലി ചെയ്തു കൊടുത്തില്ലെങ്കിൽ ടെൻഷനും സ്ട്രെസ്സും. ഇപ്പോൾ നോക്കുക, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴെല്ലാം സ്കൂളുകളിലാണെങ്കിൽ ഇത്ര വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എല്ലാം തീർത്തു കൊള്ളണം. ജോലി സ്ഥലത്താണെങ്കിൽ എല്ലാം ഒരു
ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇപ്പം നോക്കൂ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പം ഇന്നലെ ഒരു പോളിസി ഇറക്കിയിരിക്കുകയാണ്. അതായത് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഫയലുകൾ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് അടിക്കണം. ഇനി കുറേ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആ എഫിഷ്യൻസി ഇല്ലാത്തവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ പണ്ടൊക്കെ നമ്മൾ ഏജ് വൈസാണ് എല്ലാവർക്കും പ്രൊമോഷൻ കൊടുത്തിരുന്നത്, സീനിയർ എന്നുള്ളത്. ഇനിയിപ്പോൾ ആ സിസ്റ്റം ക്രമേണ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇനി എംപ്ലോയീസിനെ വെക്കരുതെന്നാണ്. കാരണം നിങ്ങൾ നഷ്ടത്തിലൂടുകയാണ്. അപ്പോൾ ഇതൊക്കെ പ്രൈവറ്റൈസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കറിയാലോ, പല എയർലൈൻസുകളും മറ്റുമൊക്കെ പ്രൈവറ്റൈസ് ചെയ്തിരിക്കുക. അപ്പോൾ അവരൊക്കെ ഒരു ടാർഗറ്റ് കൊടുക്കും, ഇത്ര വർക്ക് ഇത്ര സമയത്തിനുള്ളിൽ തീർത്തിരിക്കണം. അപ്പോൾ അവൻ്റെ മനസ്സ് അത്രയും ആ ചെയ്യുന്നതിൽ ഏകാഗ്രമല്ലെങ്കിൽ അവന് കുറേ കഴിഞ്ഞാൽ മാനസിക സംഘർഷവും പിരിമുറുക്കവും അസ്വസ്ഥതയും വീട്ടിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും കൊണ്ട് പണിസ്ഥലത്ത് വന്നാൽ അവിടെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ സംഘർഷങ്ങളും അസ്വസ്ഥതകളും കൂടുമോ മനസ്സിൽ? പറയൂ. അപ്പം മനുഷ്യൻ ഈ കഴിവ് നേടണം. എന്ത്? തൻ്റെ ജീവിതത്തിലുള്ള വിഷമങ്ങളെ മാറ്റി നിർത്തി മനസ്സിനെ വർത്തമാനകാലത്തിൽ കൊണ്ടുവന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധയോടെ ചെയ്യാനുള്ള ഒരു കഴിവ് മനുഷ്യന് വേണം. വേണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പം ആ ഒരു പരിശീലനങ്ങളില്ലാതെ എല്ലാം അറിയാമെന്നുള്ള അഹങ്കാരത്തിൽ മനുഷ്യൻ ആ ധാർഷ്ട്യത്തിൽ ജീവിക്കുമ്പോൾ അവനറിയുന്നില്ല പഴയ സ്റ്റോക്കുകൾ, പഴയ ചിന്തകൾ, പഴയ വാസനകൾ എൻ്റെ വർത്തമാനകാലത്തെ സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് ഈ വർത്തമാനകാലത്തിൽ വർത്തിക്കണമെങ്കിൽ, ഏകാഗ്രതയോടെ പ്രവർത്തിക്കണമെങ്കിൽ എൻ്റെ ഭൂതകാലത്തിൻ്റെ സ്മരണകൾ എന്നെ അലട്ടാൻ പാടില്ല. അപ്പം അതിനെ അവഗണിക്കാനും ഈ വർത്തമാനകാലത്തിൽ വർത്തിക്കാനുമൊക്കെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ഈ ദുരിതങ്ങളൊന്നും ഒരാളെ ഉറക്കെ പറയൂ അലട്ടില്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു തന്നതെങ്കിൽ ഇതൊന്നും പ്രോപ്പർലി മനസ്സിലാക്കാനോ എഡ്യൂക്കേറ്റ് ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ അച്ഛനമ്മമാർക്ക് സാധിച്ചിട്ടില്ല. അവരെന്താ പറയുക? നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്ക്, നീ ഒരു വഴിപാട് ചെയ്യേ, ശിവനൊരു ധാര ചെയ്തൊക്കെ ശരിയാവുമെന്നാണ്. ശിവൻ പറയും ഞാൻ തന്നെ പ്രശ്നത്തിലായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഏത് അവതാരമൂർത്തി എടുത്തു നോക്കിയാലും അവരൊക്കെ പ്രശ്നമുള്ളവരാണ്. ആണോ അല്ലയോ? അയ്യപ്പസ്വാമി ശബരിമലയിൽ പോയിരുന്നത് വീട്ടിൽ പ്രശ്നമുള്ളതുകൊണ്ടല്ലേ? അല്ല. അയ്യപ്പസ്വാമി എന്തിനാ ശബരിമലയിൽ പോയിരുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അയ്യപ്പസ്വാമി എന്തിനാ ശബരിമലയിൽ പോയിരുന്നത്? വെറുതെ ഇങ്ങോട്ട് പോയിരുന്നാണോ? കഥ അറിയില്ലേ നിങ്ങൾക്ക്? കൊട്ടാരത്തിൽ അയ്യപ്പനായിരുന്നു രാജാവാവേണ്ടത്. പക്ഷേ തൻ്റെ പുത്രനല്ല, വളർത്തുപുത്രനാണ് അയ്യപ്പൻ. അപ്പോഴേക്കും രാജ്ഞി ഒരു കുട്ടിയെ പ്രസവിച്ചു. അപ്പം അയ്യപ്പനെ പുറത്താക്കണം. അതിനൊരു വയറുവേദനയ്ക്ക് അഭിനയിച്ചു എന്നൊക്കെയുള്ള കഥ കേട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വയറുവേദന അഭിനയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ ശബരിമലയിൽ പോയിരിക്കുമോ? പറയൂ നിങ്ങൾ. അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ ശബരിമലയിൽ പോയിരിക്കുമോ? ഇല്ല. അപ്പം വീട്ടിലിരിക്കാൻ സ്വൈരമില്ലാത്തതുകൊണ്ടാണ് എവിടെ പോയിരുന്നത്? കാട്ടിപ്പോയിരുന്നത്. ഏത് അവതാരങ്ങളുടെ ജീവിതം എടുത്തു നോക്കൂ, അവർക്കും നമ്മളെക്കാളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടോ? എന്തോ അതും മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ട്. ഒരാൾ ഭാര്യയായിട്ട് തമ്മിൽ തെറ്റി പിരിഞ്ഞിരിക്കുന്ന ആൾ ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയിട്ട് പറയുകയാണ്, ശ്രീരാമസ്വാമി എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ഭാര്യയായിട്ട് ഞാൻ ഒത്തുപോകുന്നില്ല, ചില സ്വരച്ചേർച്ചകളുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള രാഗതാളങ്ങളൊന്നും ഒരുപോലെയല്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീരാമസ്വാമിയുടെ അടുത്ത് ചെന്ന് വിഷമങ്ങൾ പറഞ്ഞാൽ ശ്രീരാമസ്വാമി പറയും, നല്ല ആളോടാ പറയണതെന്ന്. എൻ്റെ ഒരു കാര്യം നിനക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. മനസ്സിലായില്ലേ? ശ്രീരാമസ്വാമിക്ക് പോലും കുടുംബജീവിതം മര്യാദയ്ക്ക് നയിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറയും ഇല്ല. ആ കല്യാണം കഴിഞ്ഞ് 14 കൊല്ലം കാട്ടിപ്പോയി. അത് കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയായി. അപ്പോഴേക്കും നാട്ടുകാർ പറഞ്ഞു ധാരയുടെ അച്ഛൻ കുട്ടിയാണെന്ന്. രാമനാണോ കുട്ടിയുടെ അച്ഛൻ എന്നുള്ളത് സംശയം ഉണ്ടാക്കി അവസാനം സീതയെ ഉപേക്ഷിച്ചല്ല, കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണോ ചെയ്തത്? പിന്നെന്താ ചെയ്തത്?
എന്ത് ചെയ്തു? ആശ്രമത്തിൽ കൊണ്ട് അവിടെ ഏൽപ്പിക്കുക ചെയ്ത്. നമ്മൾ ഈ പൊട്ടത്തരം പറയരുത്, എന്ത് കാട്ടിക്കൊണ്ട് ഉപേക്ഷിച്ചു എന്നുള്ളത്. ഉപേക്ഷിച്ചിട്ടുണ്ടോ രാമൻ? അപ്പം പിന്നീട് ശ്രീരാമസ്വാമിക്ക് സീതാദേവിയുടെ കൂടെ ജീവിക്കാൻ ഒട്ടും സാധിച്ചില്ല. എന്നാലോചിച്ച് നോക്കൂ, ആ കൊച്ചു കുട്ടികളായ ആ ലവകുശന്മാർ വളർന്ന് അവസാനം ശ്രീരാമസ്വാമി സീതാദേവി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അയോധ്യ ഇവിടെ പോകുന്നുണ്ട്, വാത്മീകി ആശ്രമത്തിൽ. പക്ഷേ സീതാദേവി പറഞ്ഞു, ഇനി ഞാൻ എങ്ങോട്ട് വരുന്നില്ല, ഇനി ഞാൻ എങ്ങോട്ട് വരുന്നില്ല, അയോധ്യയിലേക്ക് വരുന്നില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളുടെ വേറെ ചില പ്രശ്നങ്ങൾ ഇവരും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഒരാളോട് ചെന്ന് പരാതി പറയുന്നതിലാണോ ശരിക്കും സമാധാനം കണ്ടെത്തേണ്ടത്, അതോ ഇതൊന്നും അലട്ടാത്ത ഒരു മനസ്സിനെ വികസിപ്പിച്ചെടുക്കുന്നതിലാണോ? ഏതാ ശരിയായിട്ടുള്ള മാർഗം? ഇതൊന്നും ബാധിക്കാത്ത, അലട്ടാത്ത ഒരു, അതിനെന്താ വഴി എന്നത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മക്കൾക്ക്?